ജോസി ബാബു ആണ് ചേരുന്നത്. ജോസി, എന്നെ സംബന്ധിച്ച് വളരെ മനസ്സ് നിറഞ്ഞ ഒരു വാർത്ത തന്നെയാണിത്. നിലവിൽ ആരോരും ഇല്ലാത്തവരാണ്, ആരൊക്കെയോ അവരെ ആ വൃദ്ധസദനത്തിൽ കൊണ്ട് തള്ളിയതാണ് എന്നൊക്കെ പറഞ്ഞ് സഹതാപത്തോടെ ആ മനുഷ്യരെ നോക്കാൻ എനിക്ക് പറ്റുന്നില്ല. ആ സോഷ്യൽ മീഡിയ അത് കേരളം ഏറ്റെടുത്ത് അവരെ സ്നേഹിക്കാൻ ഈ കേരളം എല്ലാം ഉണ്ട് എന്ന് തെളിയിക്കുന്ന നിമിഷങ്ങൾ അത് അറിയുമ്പോൾ അവർക്കുള്ളിൽ ഉണ്ടാകുന്ന സന്തോഷം അത് തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും സന്തോഷം. എന്തൊക്കെ പറഞ്ഞാൽ ആ സ്നേഹക്കൂട് നടത്തിപ്പുകാർക്ക് ഒരു വലിയ കയ്യടി കൊടുക്കണമല്ലേ? തീർച്ചയായും പൂജ. ഒരു അഗതി മന്ദിരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ വാക്കുകൾ ഉപയോഗിക്കുന്നതിനോട് പോലും അവർക്ക് താല്പര്യമില്ല. നേരെ മറിച്ച് അവരുടെ ഒരു സ്നേഹ കൂട്ടായ്മയുടെ ഭാഗമായി അവർ ഒരുമിച്ചിരിക്കുന്നു. ജീവിതത്തിലെ പല പ്രശ്നങ്ങളാൽ കുടുംബങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകൾ. പക്ഷേ അവർ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന കാലഘട്ടം ആസ്വദിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ട ഈ വീഡിയോ മാത്രമല്ല, പല പല ആക്ടിവിറ്റികൾ ഇവർ ഇവിടെ നടത്തുന്നുണ്ട്. നേരത്തെ അവരുടെ ഇതിന് നടത്തിപ്പ് ചുമതലയുള്ള നിഷയും അജിത്തുമൊക്കെ പറഞ്ഞതുപോലെ അന്താക്ഷരി അതുപോലെ മറ്റ് യാത്രകളൊക്കെയും ഇവർക്ക് നടത്തുന്നുണ്ട്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായത് ഇവരുടെ ഈ അഞ്ഞൂറാൻ എന്നുള്ള ഈ വീഡിയോ ആണ്. നമുക്കറിയാം, നമ്മൾ എല്ലാവരും കണ്ട് ചിരിച്ചിട്ടുള്ളതും ഏറെ പരിചിതമായൊരു സിനിമയാണ് ഗോഡ് ഫാദർ. ആ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട രംഗമാണ് ഇവർ ആവിഷ്കരിച്ചത്. ഈ നാണപ്പൻ എന്ന് പറയുന്ന 85 വയസ്സുകാരനായ അദ്ദേഹമാണ് ഈ അഞ്ഞൂറാനായിട്ട് അഭിനയിച്ചത്. മറ്റ് ആളുകളൊക്കെയും അതിൻ്റെ സഹതാരങ്ങളായി എത്തുകയും ചെയ്തു. നമുക്കറിയാം, കോട്ടയത്ത് ഈ അഞ്ഞൂറാൻ എന്ന കഥാപാത്രത്തെ അനശ്വരനാക്കിയ NN പിള്ളയുടെ നാടാണ് കോട്ടയം. കോട്ടയത്തു നിന്നുമാണ് ഇത്തരത്തിലുള്ളൊരു നല്ല കാഴ്ച ഉണ്ടായത്. എന്തായാലും അവരെല്ലാം അവർ പറഞ്ഞതുപോലെ വളരെ സന്തോഷവാന്മാരാണ്. അവർ ഇതിൽ ആസ്വദിക്കുന്നു. അത് ഇനിയും ഇത്തരം ആക്ടിവിറ്റികളിലൊക്കെ ചെയ്യാൻ അവരെല്ലാം ഒരുക്കവുമാണ്. എന്തായാലും നമ്മൾ ഇന്നലെ അവിടെ പോയപ്പോൾ അവരെ ഓരോരുത്തരെയും നേരിട്ട് കാണുമ്പോഴും അവരോട് സംസാരിച്ചപ്പോഴുമൊക്കെ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചപ്പോഴും നമുക്കും വളരെ വലിയ സന്തോഷമാണ് അനുഭവപ്പെട്ടത്. അവരുടെ വലിയ സന്തോഷം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യം നമുക്കുമുണ്ട്. ഇന്നലെ ഈ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവർ വളരെ കയ്യടിയോടുകൂടിയാണ് എന്നെയും ക്യാമറാമാനെ അവിടുന്ന് യാത്രയാക്കിയത്. അപ്പോൾ അത്രത്തോളം സ്നേഹം അവർ പങ്കുവെക്കുന്നു. എന്തായാലും ഇനിയും അവർക്ക് ഞാൻ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ നല്ല കാഴ്ചകൾ പങ്കുവെക്കാൻ കഴിയട്ടെ എന്നുള്ള ആശംസയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. തീർച്ചയായും ജോസി, എത്ര മനോഹരമായിട്ടാണ് ആ വീഡിയോയിൽ അവരെല്ലാവരും അഭിനയിച്ചിരിക്കുന്നത്. അവരെ അകറ്റി നിർത്തിയവർ ഈ വാർത്ത കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഒരു കാര്യം മനസ്സിലാക്കുക, സ്നേഹക്കൂട്ടിൽ അവരെല്ലാവരും ഹാപ്പിയാണ്. ശരി ജോസി.